വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ദിവസവും 5000 ചുവട് വെക്കാൻ കഴിയുമോ? അതുമതി ജീവിതം മാറാൻ. ദീർഘദൂരം നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ? ഒരു പ്രായം കഴിഞ്ഞാൽ പലരും വ്യായാമത്തിനായി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് നടത്തമാണ്. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നല്ലതുപോലെ കൈയും വീശി നടക്കും. ചിലർ 1 മണിക്കൂർ നടക്കും. എന്നാൽ മറ്റു ചിലരാകട്ടെ ദീർഘനേരം നടക്കുന്നവരുമുണ്ട്. ഏറ്റവും കൂടുതൽ ദൂരം നടന്നാൽ ആരോഗ്യത്തിന് അത്രയ്ക്ക് ഗുണങ്ങൾ ലഭിക്കുക എന്നത് ചിന്തയാണ് പലരെയും ദീർഘദൂരം സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ആരോഗ്യം നിലനിർത്താൻ നടത്തം അത്ര ഗുണകരമാണോ? പ്രത്യേകിച്ച് പ്രായമായവർക്ക്. നോക്കാം. നടന്നാലുള്ള ഗുണങ്ങൾ. പതിവായി ഒരു നിശ്ചിത ദൂരം നടക്കുന്നത് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളാണ് നൽകുന്നത്. പതിവായി നടക്കുന്നതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ശരീരത്തിൽ നിന്നും അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇല്ലാതാക്കുന്നു. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. സ്ട്രെസ് കുറയ്ക്കാൻ കുറച്ചു ദൂരം നടക്കുന്നത് വളരെ ഗുണകരമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ജീവിതശൈലിയിലെ രോഗങ്ങളെ നിയന്ത്രിക്കാനും നടത്തം സഹായിക്കുന്നു. ദീർഘദൂരം നടന്നാൽ പതിവായി കുറച്ചു നേരം നടക്കുന്നത് മൂലം നിരവധി ഗുണങ്ങൾ ആരോഗ്യത്തിന് ലഭിക്കുന്നതായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. എന്നാൽ ദീർഘദൂരം നടക്കുന്നത് ആരോഗ്യത്തിന് അത്ര നന്നല്ല. പ്രത്യേകിച്ച് എല്ല് തേയ്മാനം പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർ ദീർഘദൂരം നടക്കുന്നത് തേയ്മാനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ എല്ലുകളുടെ തേയ്മാനം ഇല്ലാത്തവരിൽ ഭാവിയിൽ എല്ല് തേയ്മാനം വരുന്നത് അമിതമായിട്ടുള്ള നടത്തം കാരണമാകുന്നുണ്ട്. പ്രായമാകുമ്പോൾ പേശിയുടെ ആരോഗ്യം നശിക്കും. പേശികൾക്ക് ബലം വെക്കണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് അനിവാര്യമാണ്. ഇതിന് നടത്തം ഉചിതമല്ല. അമിതമായി നടക്കുന്ന പേശിയുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇത് എല്ലുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു. ആയതിനാൽ നല്ല ആരോഗ്യമുള്ള ശരീരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നടത്തം പോലെയുള്ള കാർഡിയോ വർക്കൗട്ടുകൾ മാത്രം ചെയ്യുന്നതിന് പകരം മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വർക്കൗട്ടുകളും ചെയ്യാൻ ശ്രദ്ധിക്കുക. നടക്കേണ്ടത് എത്ര സമയം? ഓരോ പ്രായം അനുസരിച്ചാണ് സമയം നിശ്ചയിക്കേണ്ടത്. പതിവായി നടക്കാൻ ആഗ്രഹിക്കുന്നവർ മറ്റ് എക്സസൈസുകളുടെ കൂടെ 15 മിനിറ്റ് നടക്കാവുന്നതാണ്. ഇത് ശരീരം വാമപ്പ് ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ പ്രായം 18നും 30നും ഇടയിലാണെങ്കിൽ പരമാവധി 30 മിനിറ്റ് വരെ നടക്കാവുന്നതാണ്. അതുപോലെ പ്രായം കൂടുന്നതനുസരിച്ച് നടക്കുന്ന സമയത്തിന്റെ അളവും കുറയ്ക്കുക. പകരം മറ്റ് എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക. ആരോഗ്യ പ്രശ്നമുള്ളവർ ഡോക്ടറെ കാണേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം എത്ര ദൂരം എത്ര നേരം നടക്കണമെന്ന് നിശ്ചയിക്കുക. അനാരോഗ്യകരമായ ഭക്ഷണശൈലിയും അലസമാർന്ന ജീവിത രീതിയും ഒക്കെ മൂലം ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിൽപ്പെട്ട് നേരത്തെ അകപ്പെട്ടവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ശാരീരിക അധ്വാനം കുറഞ്ഞ ജോലികൾ ചെയ്യുന്നവരിലും കൊഴുപ്പടിഞ്ഞുകൂടിയ ഭക്ഷണ രീതി കഴിക്കുന്നവരിലുമൊക്കെ സാധ്യത വീണ്ടും കൂടി വരികയാണ്. ദിവസവും അല്പനേരം നടക്കാൻ തീരുമാനിക്കുന്നത് മൂലം വലിയ മാറ്റം ഉണ്ടാകും. അത്തരമൊരു പഠനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിവസവും 5000-നുള്ളിൽ ചുവടുകൾ വെക്കുന്നവരിലെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് പഠനം പുറത്തു വന്നിരിക്കുന്നത്. 8000-വും 10000-വും ചുവടുകൾ ദിവസവും ശീലമാക്കുക വഴി ആരോഗ്യ വശങ്ങളെ കുറിച്ചുള്ള പല പഠനങ്ങളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ 4000-ഓളം ചുവടുകൾ വെക്കുന്നത് പോലും അകാല മരണ സാധ്യത ഉൾപ്പെടെയുള്ളവ കുറയ്ക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. പോളണ്ടിലെ ലോർഡ്സ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരും അമേരിക്കയിലെ ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകരുമാണ് പഠനത്തിന് പിന്നിൽ. 2,26,000 പേരെ ആസ്പദമാക്കിയാണ് പഠനം സംഘടിപ്പിച്ചത്. ദിവസവും 2300-ൽ പരം ചുവടുകൾ വെക്കുന്നത് ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ഗുണം ചെയ്യുമെന്നും പഠനത്തിൽ പറയുന്നു. എത്രത്തോളം നടക്കാൻ തയ്യാറാകുന്നോ അത്രത്തോളം ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ് പഠനം പറയുന്നത്. 4000 ചുവടുകൾക്ക് മുകളിലുള്ള ഓരോ 1000 ചുവടുകളും അകാല മരണ സാധ്യതയെ 15% കുറയ്ക്കുമെന്നും പഠനത്തിലുണ്ട്. 60 വയസ്സിന് താഴെ പ്രായമുള്ളവരിലാണ് കൂടുതൽ ഗുണങ്ങൾ കണ്ടെത്തിയത്. ഓരോ രോഗത്തിനും ഉതകുന്ന മരുന്നുകൾ കാലാകാലങ്ങളിൽ വികസിപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിലും ജീവിതചര്യയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നാണ് ലോർഡ്സ് സർവകലാശാലയിലെ പ്രൊഫസർ പറയുന്നത്. ഭക്ഷണ രീതിയിലും എക്സസൈസിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് വഴി ഹൃദ്രോഗം മെച്ചപ്പെടുത്താനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന 3.2 ദശലക്ഷം മരണങ്ങൾക്കും ഉത്തരവാദി എക്സസൈസ് ഇല്ലായ്മ ഉൾപ്പെട്ടവയാണ്. ദീർഘനേരം ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നവരിൽ സ്ഥിതി വീണ്ടും വഷളാകുകയാണ് എന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ദിവസവും അല്പനേരം നടത്തം ശീലമാക്കുക എന്നത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായി തോന്നിയാലും ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. നടത്തം ശീലമാക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം കുറയുകയും മസിലുകൾ ശക്തിപ്പെടുകയും ഊർജം കൂടുതൽ കൈവരിക്കുകയും ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ കഴിയുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ പറയുന്നു. നടത്തത്തിന്റെ ആരോഗ്യ വശങ്ങളെ കുറിച്ചും അടുത്തിടെ പഠനങ്ങൾ വന്നിരുന്നു. ബ്രിട്ടീഷ് ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിൻ ഇത് സംബന്ധിച്ച പഠനം പുറത്തു വന്നിരുന്നു. പ്രസ്തുത പഠനവും നടത്തവും മരണസംഖ്യയെ കുറയ്ക്കാനുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. നടത്തം ശീലമാക്കാൻ ചില ടിപ്സുകൾ. 2 നില കെട്ടിടം കയറുമ്പോഴും
ലിഫ്റ്റ് ഒഴിവാക്കി നടക്കാൻ ശീലിക്കുക. ഓരോ മണിക്കൂറിലും ഇടവേള എടുത്ത് അല്പം നടന്നിട്ട് വരാം. ഫോൺ കോൾ വരുമ്പോൾ നടന്ന് സംസാരിക്കുന്നത് ശീലമാക്കാം. വലിയ കുപ്പികളിൽ വെള്ളം നിറയ്ക്കുന്നതിന് പകരം ചെറിയ കുപ്പികളിൽ എടുക്കാം. അപ്പോൾ ഇടയ്ക്കിടെ വെള്ളം നിറയ്ക്കാനായി നടക്കാം. നടത്തത്തിന്റെ നല്ല വശങ്ങളെ പറ്റിയും ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് നടത്തത്തിന്റെ ദോഷവശങ്ങളെ പറ്റിയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.